രാഷ്ട്രീയ നേതാക്കന്മാരുമായുള്ള ഒരു ഫോണിംഗ് പ്രോഗ്രാം നമുക്ക് കേട്ടുനോക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ വേളയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടുനോക്കാം. അതിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കൽ തന്നെ നമുക്ക് ചോദിക്കാം. സാർ പറയാനുണ്ട്. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര അതിവേഗത്തിൽ ഞാൻ ബഹുദൂരത്തിലാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അടുത്തതായി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ സാഹിബ് ലൈനിലുണ്ട്. സാറിന്റെ അടുക്കാൻ നമുക്ക് ചോദിക്കാം. ഹലോ സാർ, കേൾക്കാമോ? സാർ കേൾക്കാം കേൾക്കാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണോ? ഞങ്ങൾ വന്നു, എല്ലാം ശരിയാക്കി, എല്ലാരെയും ശരിയാക്കി. ലാൽ സലാം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇപ്പോൾ ലൈനുണ്ട്. സാർ കേൾക്കാമോ? കേൾക്കാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയുക. ആചാരം ചെയ്യൂല, അത് പിടിച്ച കാണാൻ തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ആർക്കൂടെ മനസ്സിലാവത്തില്ല. അടുത്തതായി ഈച്ച സിനിമയിലെ നടൻ ഈച്ചയുടെ ശബ്ദം തന്നെ നമുക്ക് കേട്ടുവെക്കാം. അടുത്തതായി പ്രേമ എന്ന സിനിമയിൽ വിനയൽ സാറായി അഭിനയിച്ച വിനയ് ഫോർട്ടിന്റെ ശബ്ദം നമുക്ക് കേട്ടുവെക്കാം. ജാവ സിമ്പിളാണ്, ജാവ പവർഫുൾ ആണ്, ജാവ സേഫ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കില് 25-ാമത്തെ പേജില് ഒരു പൂച്ച ജനലരികത്ത് നിന്ന് നോക്കുന്ന ഫോട്ടോ ഉണ്ട്, ഒരു പട്ടി ഇറച്ചി തിന്നുന്ന ഫോട്ടോ ഉണ്ട്. എനിക്കത് കണ്ടിട്ട് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാൻ എന്നെ കൂടെ പറഞ്ഞു തരണം. അഞ്ജലി ഡൗട്ട് ഉണ്ടേ ചോദിക്കണം കേട്ടോ. അപ്പൊ പറഞ്ഞു തന്നെ ജാവ സിമ്പിളാണ്. അടുത്തായി കൊച്ചു പ്രേമൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. കേട്ടോ മച്ചമ്പി, വെളിച്ചപ്പാടിനൊക്കെ മുണ്ടിന് പകരം പാൻറ്റായിരുന്നേല്. ഇവന്റെ മുണ്ടൂരിൽ നിന്നും എന്നെ രക്ഷപ്പെടാമായിരുന്നു. അടുത്തായി നമ്മുടെ പഴയകാല നടിയും സത്യനും ഷീലയും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണം കേട്ടു നോക്കാം. കറുത്തമ്മ ഇവിടെ വരും. കറുത്തമ്മ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. കറുത്തമ്മ, എല്ലാരും പറയുന്നു കറുത്തമ്മ പഠിച്ചവളാണ്. ആണോ കറുത്തമ്മ? അയ്യോ അല്ല, എന്റെ കൊച്ചു മുതലാളിയാണ് സത്യം, ഞാൻ പിടിച്ചവളല്ല. അടുത്തതായി നമ്മുടെ പഴയകാല നടൻ ഉമ്മർ പുകയിലയുടെ പരസ്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം. ചിലയിടത്ത് പുക, ചിലയിടത്ത് വിഴി. ഈ നഗരം ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ചിലരത് പുക ഉള്ളിലേക്ക് വലിച്ചു കയറ്റാനായി ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിലെ കറ പുറത്തെടുക്കുകയാണെങ്കിൽ അത് ഇത്രത്തോളം ഉണ്ടാകും. ഇനിയും ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ കാലകേയന്റെ ശബ്ദം നോക്കാം. Brusli prosla Suruate Agwe Nimahadre. ഇനിയും NN പിള്ള സാറിന്റെ ശബ്ദം ആണ് ഞാനിവിടെ അടുത്തായി അവതരിപ്പിക്കാൻ പോകുന്നത്. മറക്കണം, കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയാൻ എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, എന്റെ കൺമുന്നിൽ കിടന്ന് വിട്ടുകൊണ്ട് വീണത്, അത് ഞാൻ മറക്കണോ? ഈ കൈകളിൽ കിടന്ന് അവള് പറഞ്ഞു പഠിച്ചത്, അത് ഞാൻ മറക്കണോ? മറക്കണമെന്ന്. ഇത്രയും നേരം എന്റെ എളിയ മിമിക്രി ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.